നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ച് നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ എന്റെ പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്. നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ നിങ്ങൾ എന്റെ പന്ന സ്ത്രീയാണ്. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോഴല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ. മനസ്സിലായോ? വിഷമാണ് നിങ്ങൾ. നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്. നീനാക്കുറിപ്പിന് ഒരു ഉന്നേ സാധിക്കില്ല ഈ ലോകത്ത്. ആ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തിയ ഒരുത്തിയുണ്ടല്ലോ, നീ പുഴുത്തേ ചാവുള്ളൂ. നോക്കിക്കോടി. നിനക്ക് എന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ശാപം നിനക്കുണ്ടാവും. നീ ഇത്ര വൃത്തികെട്ടോളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിലൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഒരു കാര്യത്തോട് മാത്രം വിയോജിപ്പുണ്ട്. ഈ സംഭവം എന്താ നടന്നത് എല്ലാവർക്കും മനസ്സിലായില്ലേ? അമ്മ കുടുംബ സംഗമത്തിന്റെ ഇടയിൽ കോർഡിനേറ്റേഴ്സ് തമ്മിലുള്ള ചെറിയൊരു ക്ലാഷ് ആണെന്ന് തോന്നുന്നു. ലക്ഷ്മിപ്രിയ വേറൊരു സെക്ഷന്റെ കോർഡിനേറ്റർ ആയിരുന്നു തോന്നുന്നത് കേട്ടപ്പോ. ഈനാക്കുറിപ്പ് വേറൊരു സൈഡിന്റെ കോർഡിനേഷൻ ആയിരുന്നു. അപ്പൊ ലക്ഷ്മിപ്രിയയുടെ ഗ്യാങ്ങിലുള്ള ഒരു കുട്ടിയുടെ സ്റ്റേജിൽ കയറ്റില്ലെന്നോ ഡ്രസ് ചെയ്ത് വന്ന കുട്ടിയുടെ സ്റ്റേജിൽ കയറ്റുന്നില്ല തമ്മിലുണ്ടായിരുന്ന വാഗ്വാദമാണ് കേട്ടത്. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് ആരാണ് ഒരാളെ കേസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി തന്നത്, അല്ലെങ്കിൽ അധികാരം തന്നത്? ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഹേ സ്ത്രീയെ, നിങ്ങൾ ആരാണ് ഒരാളെ ശപിക്കാനായിട്ട്? നിങ്ങളുടെ ശാപങ്ങളൊക്കെ കുറെ മലയാളീസ് കണ്ടതാണ്. നിങ്ങൾ ബിഗ് ബോസിൽ പോയപ്പോ നിങ്ങളുടെ പല ആറ്റിറ്റ്യൂഡും പല ശാപങ്ങളും എല്ലാവരും കണ്ട് കുറെ ചിരിച്ചതാ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഈ ശപിക്കാനല്ലാണ്ട് വേറൊന്നും അറിയൂലേ? നിങ്ങൾ പുഴുത്ത് ചാവും, നിങ്ങൾ അങ്ങനെ ചാവും. നിങ്ങൾ ആരാണ് ഇതൊക്കെ ഒരാളെ വിധിക്കാനായിട്ട്? എന്തൊക്കെയായിരുന്നല്ലോ നിങ്ങളുടെ സംസ്കാരം? എന്തായാലും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇതിനുള്ള പ്രശ്നങ്ങൾ എന്താന്ന് ചെകയുന്നില്ല. ഒരാളെ ശപിക്കാൻ നമ്മൾ ആരുമല്ല, അല്ലെ? അങ്ങനെ നമ്മൾ ശപിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് ഞാൻ കേട്ടേക്കണം കേട്ടാ. പക്ഷെ ഇത് കേട്ടപ്പോണ്ടല്ലോ, ഇവരൊന്നിലും ഒരു സെലിബ്രിറ്റി, ഇവരെന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നതെന്ന് തോന്നി. ഇതിലുള്ള കഥകൾ ആരും ചെകയുന്നില്ല. നിങ്ങളുടെ സംസ്കാരമാണ് ഇതിപ്പോ പോർട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ.